ഹായ്. അപ്പോൾ ഞാൻ വീണ്ടും വന്നേക്കാണ് ഫുഡ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് എൻ്റെ ഇവിടെ വാ 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 ഒരാളുണ്ട്. വാ വാ, ഇത് വിളിച്ചു പോണേ. ഹലോ. അപ്പോൾ ഇന്നലെ സാറ്റർഡേ ആയതുകൊണ്ട് ഞാനും പാപ്പും കൂടെ ഒരു മമ്മി ആൻഡ് പാപ്പു ഔട്ടിങ്ങിന് പോയി. നമ്മളേത് സിനിമ ഉണ്ട്? ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. അത് കണ്ടപ്പോൾ പാപ്പുവിന് ഹൗ ടു ട്രെയിൻ യുവർ ബഗീര മോട്ടിവേറ്റ് ഇല്ലേ? ആൻഡ് ദെൻ ഹൗ ഇസ് ദ മൂവി? It was really good. The graphics and everything was really nice. ഗ്രാഫിക്സ് ആൻഡ് എവറിത്തിങ് വാസ് വെരി നൈസ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി നമ്മള് കുട്ടികളൊക്കെ ഉള്ള പേരൻസ് ആണെങ്കിൽ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡ്രാഗൺ. അവനെ കണ്ട ഡ്രാഗൺ ആയിട്ട് നമുക്ക് തോന്നൂല, അങ്ങനത്തെ ഒരു ഡ്രാഗൺ അല്ലേ? ആൻഡ് മൂവി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അറിയാണ്ട് ഞാനും പാപ്പും കൂടി ഇങ്ങനെ ക്ലാപ്പ് ചെയ്തു. ആൻഡ് ദെൻ ഇമാജിൻ, ആക്ച്വലി PVRലുള്ള എല്ലാവരും ക്ലാപ്പ് ചെയ്തു. അപ്പം പേരൻസ്, കുട്ടികളുള്ള പേരൻസിനൊക്കെ ദേ ക്യാൻ ഡെഫിനറ്റ്ലി മൂവി ഒന്ന് പോയി പിള്ളേരൊക്കെ കാണിച്ചു കൊടുക്കാം. നല്ല രസമുണ്ട്, നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ആൻഡ് ദെൻ ഓക്കെ, നമ്മുടെ പാപ്പം വന്നു. ഇന്ന് വെജ് ഒന്നും ഇല്ലെന്നാണ്, നോൺ വെജ് ഒന്നും ഇല്ലെന്നാണ് അമ്മ പറഞ്ഞേക്കണേ. ചമ്മന്തി. അപ്പോൾ പാപ്പു, ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇന്നലെ മൂവി കഴിഞ്ഞ് വന്നപ്പം പാപ്പു പറഞ്ഞു മമ്മിയുടെ സ്ഥലത്ത് വർക്ക് സ്പേസിൽ പോയിട്ട് നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ വന്ന് രാത്രി വീണ്ടും ഒരു മൂവി കണ്ടു. കേസരി 2 കണ്ടു. അതും നല്ല രസമുണ്ട്, ജാലിയൻ വാലാബാഗിൻ്റെ റിയൽ സ്റ്റോറി. അപ്പം ഫസ്റ്റ് ചമ്മന്തി. ഇതാരോ പകുതി തുറന്നുണ്ടല്ലോ. ഇതൊരു പകുതി തുറന്ന്. ഓ, ഇന്ന് ചിക്കൻ അല്ല, ഇന്ന് മറ്റേ മീൻകറിക്ക് പകരം ബ്രിഞ്ചാൾ ഫ്രൈ. കഴിച്ചോക്ക്. പാപ്പുന് അത്രയും ബ്രിഞ്ചാളിനോട് വലിയ താല്പര്യമില്ല ഇല്ലേ? മീൻ വറുത്തിന് ടേസ്റ്റ് ഇല്ലേ? അയ്യോ, സാലഡ്. ഇതും പാപ്പിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് കേട്ടോ. പക്ഷെ ക്യാരറ്റും കുക്കുംബർ ഇഷ്ടമാണ് അല്ലേ? പിന്നെ ഇന്ന് അമ്മമ്മ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടേക്കണം കേട്ടോ. സോ ഡിപ്രസിങ്. ഇതാ മത്തങ്ങയും പയറും കൂടെ. മത്തങ്ങയും പയറുണ്ട്. പിന്നെ ഇതെന്താ, അതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആട്ടോ. മാങ്ങക്കറി. മാങ്ങ മഷ്റൂമാണല്ലോ. മറ്റേ മാങ്ങക്കറി ഉണ്ടല്ലോ, അത് മഷ്റൂം ഇട്ടിട്ടുള്ളൊരു മാങ്ങക്കറി. എന്തൊക്കെയായി അമ്മ കൊടുത്തു വിടണേന്നറിയോ? അപ്പോൾ പാപ്പുവിന് ഞങ്ങൾ ഒന്നിച്ചുള്ള സമയത്ത് പാപ്പുന് ഞാൻ വാരി കൊടുക്കാൻ കേട്ടോ പതിവ്. അതിപ്പോഴും ഞങ്ങൾ വീട്ടിൽ അമ്മ അങ്ങനെയാ. അതായത് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മ വാരിത്തരും. അമ്മ വാരിത്തരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്വാദ്, അതൊരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണ്. അപ്പം അതുപോലെ തന്നെ പാപ്പുവിനും ഞാൻ എന്ത് വാരി കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഒരു വെജിറ്റബിൾസും മാറ്റി വയ്ക്കൂല. എല്ലാം നല്ല ഗുഡ്കളായിട്ട് കഴിക്കും. അത് തന്നെ കഴിക്കുകയാണെങ്കിൽ സൈഡിൽ മത്തങ്ങ ഉണ്ടാവും, ഇപ്പുറത്ത് ക്യാരറ്റ് ഉണ്ടാവും. ഒരാളെൻ്റെ ക്യാമറയിൽ നിന്ന് മാറിയിട്ട് ഈ കണ്ണു കുറിപ്പിച്ച് കാണിച്ചു തരാം. ഇച്ചിരി ചമ്മന്തിയും കൂടെ വെക്കാണോ മമ്മി? ഒരു ടേസ്റ്റിന്. ഓക്കെ, അപ്പം ഒരു വായ തട്ടെ. ഞാൻ നഖം വെട്ടി കംപ്ലീറ്റ് കടിച്ചു പറിച്ച് കളഞ്ഞു. എനിക്ക് അവിടെ പോയിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ മൊത്തത്തിൽ കടിച്ചു പറിച്ച്. ഇന്നലെ ഡ്രാഗൺ കണ്ട് ടെൻഷനിലാണത് ഞാൻ കളഞ്ഞത്. എങ്ങനെയുണ്ട്? നോൺ വെജ് ഒന്നുമില്ല, പക്ഷെ എങ്ങനെയുണ്ട്? എന്തോ ഞാൻ കുക്ക് ചെയ്ത പോലെ. അങ്ങനെ കൊള്ളാമോ? പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി. പറ. സർപ്രൈസ് ആവട്ടെ. സർപ്രൈസ് ആവാം, പക്ഷെ കാണണ്ടല്ലോ അവരും.
അമ്മ പറഞ്ഞോ? നമ്മുടെ പാപ്പക്കുട്ടി ഹോൾഡ് ഞാനൊന്ന് കഴിച്ചില്ല. അടിപൊളി. നമ്മുടെ പാപ്പു സ്റ്റാർട്ടിങ് ആ യൂട്യൂബ് ചാനൽ. കുറച്ച് നാളായിട്ട് പാപ്പുൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഇച്ചിരി പകുതി മുഖം ഒന്ന് കാണിക്കൂ. അപ്പം യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ഒവൻറ്റിക്ക ടെയിൽസ്. അവന്തികനെയാണ് OVEN TIKKA. അത് പാപ്പും അബോണ്ടയും കൂടെ ചേർന്നിട്ട പേര് കേട്ടോ. ഒവൻറ്റിക്ക ടെയിൽസ് ബൈ ഒവൻറ്റിക്ക ടെയിൽസ് ബൈ പാപ്പു. അപ്പം മിക്കവാറും 2-3 ദിവസത്തിൽ ഞങ്ങൾ ആ ചാനൽ സ്റ്റാർട്ട് ചെയ്യും. അവിടെ എന്തൊക്കെയാ ചാനൽ ഉണ്ടാവുക? എന്തൊക്കെയാ പറയാൻ പോണം? ചില ഗെയിമിംഗ് വീഡിയോസും മിക്സ് ഓഫ് തിങ്സ്. അതെനിക്കാ ചമ്മന്തിനോട് വലിയ താല്പര്യമില്ല. അടിപൊളിയാ ചമ്മന്തി. ബാപ്പുവിന് അത്ര വലിയ താല്പര്യമില്ല. തരാം. ഇതെനിക്കാ. കഷ്ടത്. അപ്പം ഒവൻറ്റിക്ക ടെയിൽസ് ബൈ പാപ്പു ചാനൽ മിക്കവാറും 2-3 ദിവസത്തിൽ നമ്മൾ അപ്പാവും. പിന്നെ ഇന്നത്തുള്ള ഏറ്റവും രസമുള്ള വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാപ്പു തന്നെയാണ് അത് ഷൂട്ട് ചെയ്യണതും. സെൽഫായിട്ടായിരിക്കും പാപ്പു ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക. സെൽഫായിട്ടാണ് എഡിറ്റ് ചെയ്യാൻ പോണത് അല്ലേ? ട്രൈ ചെയ്യാൻ പോണം. ഒരു കുറച്ചൊരു എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഞങ്ങൾ ഈ ഒരു സമ്മർ വെക്കേഷൻ ഇങ്ങനെ വെറുതെ ഒന്ന് പഠിച്ചൊക്കെ നോക്കിയായിരുന്നു. അപ്പം അത് വെച്ചിട്ടൊരു ചെറിയ പരിപാടിയൊക്കെയാണ് ഞങ്ങൾ നോക്കണത്. അപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. എന്താണ് ഈ കുരിപ്പ് കാണിക്കണമെന്ന് കാണാലോ. പാപ്പുവിൻ്റെ കുറച്ച് സ്കൂളിലെ കൂട്ടുകാരും കുറച്ച് വിശേഷങ്ങളും ഇതൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മളൊരു ടൈമൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫ്രീ സാറ്റർഡേയോ സൺഡേയോ ആയിരിക്കും ഞങ്ങൾ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ദെൻ സ്കൂളില്ലാത്ത സമയത്ത്. അപ്പം നിനക്കതന്നെ എനിക്കതന്നെ മമ്മിക്കാന്ന് തോന്നണേ. കൊച്ചി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. ഞങ്ങളപ്പോൾ അമ്മാമ്മയുടെ ഫുഡ് ഞങ്ങൾ ആസ്വദിച്ചൊന്ന് കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ന് അമ്മയുടെ അടുത്തോട്ട് പോവാം. അപ്പോൾ വീണ്ടും അങ്ങോട്ട് പോയിട്ട് കുറച്ച് പിന്നെ കഴിക്കാനല്ല, അത് കഴിഞ്ഞ് പിന്നെ നാളത്തെ സ്കൂൾ തുറന്നല്ലോ. നാളത്തെ സ്കൂളിലെ കുറച്ച് കാര്യങ്ങളും അങ്ങനെ പോകും. അപ്പോൾ തൽക്കാലത്തേക്ക് ബൈ. ചിരിക്കേ ബൈ.